പുതുവർഷ നിറവിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ലോകം ഒന്നടങ്കം ആവേശത്തോടെയും ഒപ്പം പുതിയ പ്രതീക്ഷകളോടെയും 2026 വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. 2025 വിട പറഞ്ഞ് പുതിയൊരു തുടക്കത്തിനായി കാത്തിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ നാടും നഗരവും ആഘോഷ ലഹരിയിലാണ്. കൊച്ചിയിലെ കത്തിയമരാൻ ഒരുങ്ങുന്ന പാപ്പാഞ്ഞികളുമൊക്കെയായി നോക്കാം ഈ മണിക്കൂറിലെ പ്രൈം ടൈം അപ്ഡേറ്റ്സുകൾ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കത്തിയമരാൻ തയ്യാറായി NGOയിലെ പാപ്പാഞ്ഞിയും. പുതുവർഷ സമ്മാനവുമായി സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ യോഗത്തിൽ തസ്തികകളുടെ വേലിയേറ്റം. 2026 വരവേറ്റ ലോകം. ന്യൂസിലാൻഡിലും കരിബാസിയിലും പുതുവർഷം പിറന്നു. സ്വർണ്ണക്കൊള്ള അന്വേഷണ സംഘത്തിൽ CPM അനുകൂലികളെ തിരുകിക്കയറ്റി VD സതീശൻ. രാജസ്ഥാനിൽ 180 കിലോ അമോണിയം നൈട്രേറ്റ് പിടികൂടി. പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണത്തെ ആഘോഷങ്ങളിൽ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് NGO ക്വാർട്ടേഴ്സിലെ പാപ്പാഞ്ഞി. 45 അടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാപ്പാഞ്ഞിയെ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് അഗ്നിക്കിരയാക്കുന്നതോടെ 2025 ഔദ്യോഗികമായി വിട ചൊല്ലും. പ്രദേശത്ത് ആഘോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിലാണ് നടക്കുന്നത്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ സൂരജ ചേരുന്നു. 2025 നമ്മളോട് വിട പറഞ്ഞ് 2026 വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും. അതിന്റെ ഒരുക്കങ്ങളെല്ലാം വളരെ തകൃതിയായി തന്നെ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി കാക്കനാടും നമ്മുടെ ന്യൂ ഇയറിന് വരവേൽക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ കാക്കനാട് NGO ക്വാർട്ടേഴ്സിലാണ് ഞാനുള്ളത്. ഈ NGO ക്വാർട്ടേഴ്സിലെ ആളുകൾ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഒരു വലിയ പപ്പാഞ്ഞിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉയരോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല. അത് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് കൂടുതൽ ചോദിച്ചറിയാം. കറക്റ്റ് ആയിട്ടുള്ള ഉയരം എത്രയാണ്? 45 അടി. 45 അടി. ഇത് എത്ര ദിവസം കൊണ്ട് പണി കഴിഞ്ഞു? ഇത് 12-13 ദിവസം. എത്ര പേര് ഇതിന്റെ മുമ്പിൽ പ്രയത്നിച്ചിട്ടുണ്ട്? 7 ആള് 8 ആളൊക്കെ ഉണ്ടായിരുന്നു. 8 ആള് 12 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു വലിയ 12 ദിവസം ഡേനായിട്ടൊക്കെ നിന്നിട്ടാണ്. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു പപ്പാനിയുടെ കത്തിച്ചുമാർക്ക്. എത്ര വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു? ഇതിപ്പോ പപ്പാഞ്ഞി വലുതായിട്ട് ഒരു 3-4 വർഷമായി. അതിനു മുമ്പ് അപ്പൊ എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് ഉണ്ടായിരുന്നു പപ്പാഞ്ഞി. അധികം ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും രസകരമായ ഒരു പപ്പാഞ്ഞിനെ ഈ വർഷമാണ് കാണുന്നത്. അപ്പൊ ഓരോ വർഷവും ഇതിന്റെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. അപ്പം ഈ ഇത്രയും പേരുടെ പ്രയത്നം എന്തായാലും വളരെ ഫലപ്രദമായിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു പപ്പാഞ്ഞിനെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പുതുവർഷ തലേന്ന് നിർണായക തീരുമാനങ്ങളുമായി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കൽ ഗവർണറോട് ശുപാർശ ചെയ്തു. സർക്കാർ സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിരവധി പുതിയ തസ്തികകൾ സൃഷ്ടിക്കുവാനും വിരമിക്കൽ പ്രായം ഏകീകരിക്കുവാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു. വിശദാംശങ്ങളിലേക്ക്. പുതുവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ തസ്തികകൾ സൃഷ്ടിക്കുവാനും വിരമിക്കൽ പ്രായം ഏകീകരിക്കുവാനും മന്ത്രിസഭ തീരുമാനിച്ചു. കൊച്ചി ക്യാൻസർ സെന്ററിലും ഫോറൻസിക് ലാബിലുമായി 171 തസ്തികകൾ സൃഷ്ടിക്കും. ക്യാമ്പോ, KLD ബോർഡ് എന്നിവിടങ്ങളിലെ വിരമിക്കൽ പ്രായം 60 വയസ്സായി ഉയർത്തി. പഞ്ചായത്ത് ലൈബ്രറികളിലും നഴ്സറി സ്കൂളുകളിലും 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനും തീരുമാനമായി. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 ആരംഭിക്കും. ഉടുപ്പി കരിന്തളം വൈദ്യുതി ലൈൻ പദ്ധതിക്കായി പ്രത്യേക നഷ്ടപരിഹാര പാക്കേജും മന്ത്രിസഭ അംഗീകരിച്ചു. ലോകം 2026 പുതുവർഷത്തെ ആവേശത്തോടെ വരവേൽക്കുന്നു. പസഫിക് രാഷ്ട്രമായ കരിബാസിയിലാണ് ആദ്യം പുതുവർഷം എത്തിയത്. തൊട്ടു പിന്നാലെ ന്യൂസിലാൻഡിലും ആഘോഷങ്ങൾ ആരംഭിച്ചു. 2026 പുതുവർഷത്തെ ലോകം അതിമനോഹരമായ ആഘോഷങ്ങളോടെയാണ് വരവേൽക്കുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഏറ്റവും അടുത്തുള്ള രാജ്യമായതിനാലാണ് പസഫിക് ദ്വീപ് സമൂഹമായ കിരിബാസിൽ ലോകത്ത് ആദ്യമായി 2026 പിറന്നത്. കിരിബാസിലെ ലൈൻ ഐസ്ലാൻഡിലാണ് ആദ്യം അർദ്ധരാത്രിയായത്. പസഫിക് സമുദ്രമായ 33 പവിഴപ്പുറ്റുകൾ ചേർന്ന ഈ കൊച്ചു രാജ്യത്തെ ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് പുത്തൻ വർഷത്തെ വരവേറ്റത്. കിരിബാസിന് പിന്നാലെ തന്നെ ന്യൂസിലാൻഡും പുതുവർഷ ലഹരിയിലേക്ക് കടന്നു. ന്യൂസിലാൻഡിലെ പ്രധാന നഗരമായ ഓക്ലാൻഡിലെ സ്കൈ ടവർ ആകാശ വിസ്മയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മഴയുടെ നേരിയ തടസ്സം ഉണ്ടായിരുന്നെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് വെടിക്കെട്ട് കാണാനായി ഒത്തുകൂടിയത്. സോളാർ ലൈറ്റുകളും പ്രൊജക്ടറുകളും കൊണ്ട് ആകെ മൊത്തം വർണ്ണാഭമായിരുന്നു.
സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPM ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. കഴിഞ്ഞ ദിവസം സംഘത്തിൽ ഉൾപ്പെടുത്തിയ 2 ഇൻസ്പെക്ടർമാർക്കെതിരെയാണ് പ്രധാനമായും ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസ് അട്ടിമറിക്കാൻ CPM അനുകൂലികളായ ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ തിരികെ കയറ്റിയെന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംഘത്തിൽ ഉൾപ്പെടുത്തിയ 2 ഇൻസ്പെക്ടർമാർക്കെതിരെയാണ് പ്രധാനമായും ആരോപണം. 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ഉന്നതരും ചേർന്നാണ് ഈ ഉദ്യോഗസ്ഥരെ സംഘത്തിലേക്ക് എത്തിച്ചതെന്നും ഇത് അന്വേഷണത്തിന്റെ സുതാര്യത തകർക്കുവാനുള്ള ഗൂഢാലോചനയാണെന്നും സതീശൻ വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം അന്വേഷണം നിഷ്പക്ഷമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. രാജസ്ഥാനിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്കിടെ വൻ സ്ഫോടക വസ്തു ശേഖരം പോലീസ് പിടികൂടി. പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി രാജസ്ഥാനിലെ ടോക് ജില്ലയിൽ പോലീസ് നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്കിടെ വൻ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ 150 കിലോ അമോണിയം നൈട്രേറ്റ്, 200 സ്ഫോടക കാട്രേജുകൾ, 1000-ലധികം മീറ്റർ ഫ്യൂസ് വയർ എന്നിവയാണ് പോലീസ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ഖനന ആവശ്യത്തിനാണോ അതോ അട്ടിമറി ലക്ഷ്യമിട്ടാണോ ഇവ കടത്തിയത് എന്നതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആഘോഷവേളയിലെ വലിയൊരു ദുരന്തമാണ് പോലീസിന്റെ സംയോജിതമായ ഇടപെടലുകളിലൂടെ ഒഴിവാക്കിയത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ. പുതിയ തീരുമാനങ്ങളും പദ്ധതികളുമായി സർക്കാരും വർണ്ണാഭമായ പാമ്പാജ്ഞങ്ങളുമായി നാടും പുതുവർഷത്തെ വരവേൽക്കാൻ സജ്ജമായി കഴിഞ്ഞു. ആഘോഷങ്ങൾക്കിടയിലും സുരക്ഷയുടെ കാര്യത്തിൽ ഏവരും ജാഗ്രത പാലിക്കുക. ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളുടെ വിശകലനവുമായി ന്യൂസ് 360 കാണാം.